അപ്പോൾ നമ്മുടെ ചെറുവണ്ണൂരിലെ പൈലിംഗ് ഏകദേശം കഴിഞ്ഞു. പൈലിംഗ് മെഷീൻ്റെ സാധനങ്ങൾ അയച്ചു വെച്ചു. ഏകദേശം എത്ര പൈലിംഗ് വരുന്നുണ്ടായിരുന്നു? നമ്മുടെ പിയർ 13 പിയറാട്ടോ അവിടെ വരുന്നത്. 13 പിയറിൽ 14 സ്പാനായിട്ട് വരും. നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്കുള്ള ഗാഡർ അടക്കം. അങ്ങനെ ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് വർക്കിൽ, അതായത് നമ്മുടെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളാട്ടോ. വർക്കുകൾ എവിടെ വരെ എത്തി, എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്താളി കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓ യെസ്, ഗാഡർ വാർക്കാൻ തുടങ്ങിയല്ലോ അവിടെ. അവിടെ ഗാഡറുകളൊക്കെ വാർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ തൊട്ടടുത്തേക്ക് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ചോദിച്ചു നോക്കാം. എല്ലാ പ്രാവശ്യം വന്നിട്ട് ചോദിക്കാറുണ്ട്, സമ്മതിക്കാറുമുണ്ട്. പോയി നോക്കട്ടെ. ഇപ്പം നമ്മുടെ മില്ലിൻ്റെ ഭാഗം, അതായത് കോയാസ് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തു നിന്ന്, നമ്മുടെ ഫറൂഖ് ഭാഗത്തു നിന്ന് വരുന്ന ഭാഗത്ത് ഈ സൈഡിൽ നമ്മുടെ ഗാഡറുകളൊക്കെ വാർത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മാറ്റമാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടത്. ഗാഡർ ഏകദേശം 35 മീറ്ററുള്ള ഗാഡർ ആയിരിക്കും അല്ലേ? 35 മീറ്ററിനായിരിക്കും ഒരു മിനിമം അളവ്, അതാണല്ലോ. അതിൽ വലുതൊക്കെ വരുമ്പം കുറേയും കൂടി ഹൈറ്റ് കൂടും. ഇത് ഏകദേശം ഒരാളെ ഹൈറ്റ് വരുന്നത് ഏകദേശം 35 മീറ്റർ തന്നെ ആയിരിക്കും. 1, 2 ഗാഡർ വാർത്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഗാഡറിൻ്റെ വർക്ക് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ രാത്രി വൈകുന്നേരം ഒരു 5:30 മണി സമയം കേട്ടോ. 5:30 മണി സമയത്ത് അതിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ളൂ. 5:30 മണി സമയത്ത് ഇപ്പോഴും രാത്രി വർക്ക് നടക്കലുണ്ട് ഇവിടെ. രാത്രി നടക്കലുണ്ട് അല്ലേ? ഓക്കെ, രാത്രിയിലൊക്കെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല ബ്ലോക്കുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഒരാളുകളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളില്ലാന്ന് തന്നെ പറയാം കേട്ടോ. നമ്മുടെ ഏത് മെഷീനറി ആണെങ്കിലും ഇവരുടെ കയ്യിലും, പിന്നെ ഒരുപാട് വർക്കുകൾ നടക്കുന്ന ഏരിയയിലും പല ഏരിയയിലും ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധന സാമഗ്രികൾ വേണം. അതുപോലെ ഒരുപാട് ഏരിയയിൽ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് റോഡിൻ്റെ മുകളിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. ഞാൻ അപ്പുറത്തൊരു ഒഴിവുണ്ട്, അവിടേക്ക് എത്തിയിട്ട് ഇപ്പോൾ കുറച്ചൊരു ലൂസുണ്ട്, നമ്മൾ അങ്ങനെ പോകാം. ഡ്രെയിനേജിൻ്റെതൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. കടകളുടെ പകുതി ഭാഗം പൊളിച്ച് കേട്ടോ, എല്ലാ സ്ഥലങ്ങളും പൊളിച്ച് മാറ്റി റെഡിയാക്കി എടുത്തൊരു ഏരിയ ആണ്. ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം വാളുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്ലാബുകൾ താൽക്കാലികമായി കടകളിലേക്കുള്ള സ്ലാബുകളൊക്കെ ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പിയർ തുടങ്ങുന്നത് അവിടെ നിന്നാട്ടോ. പിയർ അവിടെ ഏകദേശം 1 മീറ്ററോളം ഹൈറ്റിൽ അത് തന്നെ ആയിരിക്കും ഫൈനൽ ഹൈറ്റ്. അത് അവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞതാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത് കേട്ടോ. ഈ പിയർ വാർത്തു. അടുത്ത പിയർ അതിലേക്കാട്ടി കുറച്ചുകൂടി പൊങ്ങും. അതിങ്ങനെ പൊങ്ങിയതാ അവിടേക്ക് ഹൈറ്റിലേക്കായിട്ടോ. ഹൈറ്റിലേക്കായി ഒറ്റ തൂണിലുള്ള 4 വരിപ്പാത കേട്ടോ. അതാണ് ഒറ്റ തൂണിലുള്ള 4 വരിപ്പാത സെറ്റ്. 4 വരിപ്പാത എന്ന് പറയുമ്പം എത്ര മീറ്റർ വീതി ഉണ്ടാവും? അതുപോലെ നമ്മുടെ സർവീസ് റോഡ് 2 വരിപ്പാത. മൊത്തത്തിൽ 27 മീറ്റർ വീതിയിലാട്ടോ ഇവിടുത്തെ വർക്ക് നടക്കുന്നത്. അപ്പം നമ്മുടെ ഒറ്റത്തൂണിലായതുകൊണ്ട് സർവീസ് റോഡ് കുറച്ചൊന്ന് ഉള്ളോട്ടായിരിക്കും സാധ്യത ഉണ്ട്. അപ്പം നമ്മുടെ സർവീസ് റോഡൊക്കെ വീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഗാഡറിൻ്റെ ഗ്യാപ്പിൽ ഇവിടെ കുറച്ചൊരു ഒഴിവുണ്ട്. അതിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്ന് ഇതിലേ പോയാൽ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. അതിലെ അങ്ങോട്ട് വണ്ടിയായിട്ട് പോയിട്ട് പോലീസുകാരോട് നല്ല പണി കിട്ടും. ആകെ ഒരു വലിയൊരു വാഹനത്തിന് വരാനുള്ള ഏരിയ ആണ്. നല്ല തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ഏരിയ. നമ്മുടെ ചെറുവണ്ണൂർ ജംഗ്ഷൻ നല്ല ബ്ലോക്കിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഗാഡറുകളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒന്ന് ലൂസാകും. ഗാഡറുകളൊക്കെ വെച്ച് സ്ലാബ് വാർക്കുന്ന പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ വർക്ക് കഴിയണം, എന്നാൽ തന്നെ ഒന്ന് ലൂസാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഗാഡറിൻ്റെ വർക്ക്, സ്ലാബിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അടിയിലൂടെ വാഹനങ്ങളൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ വർക്കും കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഇവരിവിടെ സൈഡിൽ വെച്ച ബ്ലോക്കൊക്കെ എടുത്ത് ഒഴിവാക്കുള്ളൂ കേട്ടോ. സൈഡിൽ വെച്ച ബ്ലോക്കുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ തന്നെ വാഹനങ്ങൾക്ക് ഉഷാറായിട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 2 വലിയ പിയറിൻ്റെ വർക്ക് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പിയർ ക്യാപ്പ്
വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഓക്കെ, സംഭവം അടിപൊളി സ്പീഡ് തന്നെയാണ്. ഇനിയിപ്പം ആ പിയറിൻ്റെ കോൺക്രീറ്റ് ഉണ്ട്, അത് ഇങ്ങനെ ഓരോ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ അപ്പം തന്നെ ഗേഡർ എടുത്ത് വെക്കുന്ന ജോലികളും നടക്കുന്നതായിരിക്കും. അവിടെ വലിയൊരു മെഷീൻ ഉണ്ടല്ലോ, എന്തിൻ്റെ മെഷീനാണെന്ന് പോയി വെക്കല്ലോ, അതിൻ്റെ ഉള്ളോട്ട് കയറാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ പൈലിങ് കട്ട് ചെയ്യാനുള്ള കേട്ടോ. പൈലിങ് കഴിഞ്ഞ് 4 പൈലിംഗ് ആണ് ഒരു പിയറിന് വരുന്നത്. 4 പൈലിംഗ്, അടിപൊളി പൈലിംഗ് ആണ്. പിന്നെ അവിടേക്കുള്ള പൈലിംഗ് ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള മെഷീനാണ് അവിടെ വന്ന് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ കൗണ്ടർ വെയിറ്റ് ഉള്ള വലിയൊരു മെഷീനാണല്ലോ. സാധാരണ നമ്മുടെ ഗാഡറൊക്കെ പൊക്കുന്ന ഐറ്റാലല്ലേ, വേറൊരു മോഡൽ സാധനമാണല്ലോ. കുറച്ചുകൂടി അടുത്തേക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ചെറുവണ്ണൂർ ഭാഗത്ത് അപ്പോൾ ഇവിടെ എഞ്ചിനീയർമാർ സംസാരിച്ചിട്ടോ. ചെറുവണ്ണൂർ ഭാഗത്തെ പൈലിങ് മൊത്തം കഴിഞ്ഞിട്ടോ. ഇത് പൈലിംഗ് മെഷീൻ കേട്ടോ. സാധാരണ നമ്മളെ KNRC KMCയിലൊക്കെ കാണുന്ന മാറ്റമല്ല, ഇത് വെറൈറ്റി, വേറൊരു മാറ്റമുണ്ട് ഈ മെഷീന്. അവരുടെ സ്വന്തം തന്നെ കേട്ടോ, ULCCS ലിമിറ്റഡ് കേട്ടോ. നമ്മുടെ KMCനെ പോലെയല്ല, KMC മൊത്തം വടകളെ. അപ്പോൾ നമ്മുടെ ചെറുവണ്ണൂരിലെ പൈലിംഗ് ഏകദേശം കഴിഞ്ഞു. പൈലിംഗ് മെഷീൻ്റെ സാധനങ്ങൾ അയച്ചു വെച്ചു. ഏകദേശം എത്ര പൈലിംഗ് വരുന്നുണ്ട്? നമ്മുടെ പിയർ 13 പിയറാട്ടോ അവിടെ വരുന്നത്. 13 പിയറിൽ 14 സ്പാനായിട്ട് വരും. നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്കുള്ള ഗാഡർ അടക്കം അങ്ങനെ 14 സ്പാനായിട്ട് വരും. 14 സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പാനിൻ്റെ മുകളിൽ 6 ഗാഡർ, 6 ഗാഡറാട്ടോ വരുന്നത്. ഒറ്റ തൂണിലെ 4 വരിപ്പാതാണ്. അതുകൊണ്ട് തന്നെ 6 ഗാഡറിൻ്റെ ഉള്ളു ഫിനിഷ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. എന്തായാലും ഈ മെഷീൻ്റെ കാഴ്ച ഒക്കെ ഇന്ന് അയച്ചു വെച്ചിട്ടുള്ളതാണ്. ഇന്നലെ എന്നുണ്ടെങ്കിൽ നല്ല കാഴ്ച കാണാമെന്ന് പറഞ്ഞു. പോട്ടെ, സാരമില്ല. ഇതാണ് നമ്മുടെ മെഷീൻ്റെ മുകളിൽ നിന്ന് അയച്ചു വെച്ച സാധനങ്ങൾ കേട്ടോ. ഇനി ഇവിടേക്ക് വരുമ്പം ഇവിടേക്കൊക്കെ പൈലിങ് കഴിഞ്ഞതാണ്. അതൊക്കെ ഇനി തുറന്നെടുക്കണം. എത്ര പൈലിങ് ഞാൻ പറഞ്ഞത്? 13 പിയർ. 13 പിയർ എന്ന് പറയുമ്പം 14 സ്പാന്. 14 സ്പാനിൽ 6 ഗാഡർ പറയുമ്പം 60ഉം 24ഉം 84 ഗാഡർ കേട്ടോ. 84 ഗാഡറുകൾ വരും ഈ മൊത്തം നമ്മുടെ ഫ്ലൈ ഓവറിന്. ഏകദേശം എൻ്റെ 25 മീറ്റർ നീളത്തിലുള്ള ഗാഡർ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്താണ് 35 മീറ്റർ. 25 മീറ്ററാണ് നീളം അവർ പറഞ്ഞത്. 27 മീറ്റർ ഉള്ളു ആ ഗാഡറിൻ്റെ നീളം. അപ്പം അത് ഏകദേശം ഒരു 60 ടണ്ണ്, 55-60 ടണ്ണൊക്കെ വരുള്ളൂ, 70 ടണ്ണ് വരില്ല. എന്തായാലും ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് തന്നെ കേട്ടോ, ഫുള്ള് ബ്ലോക്ക് തന്നെ എല്ലാ ഏരിയയിലും. ഈ വൈകുന്നേരം ഒരു 8 മണിയാവണം, അപ്പോഴത്തേനൊക്കെ ഏകദേശം ഇപ്പം ഒന്ന് ലൂസായി കിട്ടുള്ളൂ. നമ്മുടെ പൈലിങ്ങിൻ്റെ താഴ്ച എത്ര അറിയാം? ഇവിടെ 20 മീറ്റർ മുതൽ 30 മീറ്റർ വരെ. അത് നമ്മുടെ ആ പൊങ്ങിയ ഭാഗത്തൊക്കെ 25-20 മീറ്ററിലൊക്കെ അവസാനിക്കുന്നുണ്ട്. അവിടെയൊക്കെ പാറ ഉയർന്ന പ്രദേശത്താണ്. ഇപ്പോൾ ഈ ഭാഗത്തേക്കാണ് 30 മീറ്റർ വരെയൊക്കെ താഴ്ചയിൽ. 30 മീറ്റർ എന്ന് പറഞ്ഞാൽ 90 അടി. അപ്പം നോർമൽ എല്ലാ ഏരിയയിലും വരുന്ന പോലെ ഉള്ളൊരു പാറയാണ് ഇവിടെ പൈലിങ്ങിൻ്റെ താഴ്ച. കുഴപ്പമില്ല. ഓവർ കൂടുതൽ വരുന്ന ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. 45-60 മീറ്ററൊക്കെ വരുന്ന ചില ഏരിയകളുണ്ട്. അവിടെയൊക്കെ പോയാലാണ് കമ്പനി കുടുങ്ങി പോവുക. ഒരുപാട് സാധനങ്ങൾ ചിലവ് കൂടുതലൊക്കെ. ഇതാട്ടോ നമ്മുടെ ജംഗ്ഷൻ ഇതായിരുന്നു. ജംഗ്ഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തിട്ടോ. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ചെറുവണ്ണൂർ ബേപ്പൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ അതിലേ ചുറ്റിയിട്ട് അവിടെ നിന്ന് തിരിയുക. അതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് നല്ലളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ നമ്മുടെ ഈ ഭാഗത്ത് കൂടി തിരിഞ്ഞു പോവുക. അങ്ങനെയൊക്കെ തിരിഞ്ഞു പോകണം. അതുപോലെ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഏരിയ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ ഊരാളുങ്കൽ കേട്ടോ. കുറച്ചൊരു ഏരിയ ബൈക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഇവർ ഗ്യാപ്പൊക്കെ ചെറിയ ഗ്യാപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളോട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഭാഗത്തേക്കുള്ള നമ്മളെ പൈലിങ്ങിൻ്റെ അടിയിൽ പൈലിംഗ് ക്യാപ്പ് വാർക്കാനായിട്ട് അവരവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ജപ്പാൻ പൈപ്പിൻ്റെ ഇതിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു കേട്ടോ. ജപ്പാൻ പൈപ്പൊക്കെ അവർ ബ്ലോക്ക് ചെയ്തു. ഈ അടി കൂടിയുള്ളതൊക്കെ വേറെ വഴിക്ക് കൂടി വിട്ടിട്ടുണ്ടാവും. ജപ്പാൻ കുടിവെള്ളം മുട്ടിക്കാൻ പാടില്ലല്ലോ, അവരതൊക്കെ വേറെ വഴിക്ക് കൂടിയേ വിട്ടിട്ടുണ്ടാവും. പണിക്കാർ ഇവിടെ കട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പൈലിങ് മോൾ ഭാഗത്തേക്കുള്ളത് കട്ട് ചെയ്ത് കഴിയും. പിന്നെ പൈലിങ്ങിൻ്റെ കാര്യത്തിൽ
അന്നും ഇന്നും ഇപ്പോഴും എനിക്ക് സംശയങ്ങൾ ബാക്കിയാണ്. എഞ്ചിനീയർമാരെടുത്തൊന്നും എനിക്കിപ്പോഴും അത് ചോദിക്കാൻ വിട്ടു, മോൾ ഭാഗം എന്തുകൊണ്ട് കട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഒരാൾ കമൻറ്റിൽ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. മോൾ ഭാഗം നമ്മുടെ പൈലിങ്ങിൻ്റെ അടിയിൽ വെള്ളം ഒക്കെ വന്നിട്ട് ചളികൾ മുകളിലേക്ക് കോൺക്രീറ്റ് ഉറപ്പില്ലാത്തതാവുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇവർക്ക് പൈലിങ് ചെയ്യാനുള്ള ആയാസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും കറക്റ്റും അല്ല. ബസ്സേ മുട്ടിക്കല്ലേ, അല്ലോ കൊല്ലല്ലേ ഹിമാറേ. അതാണ് ഇവിടെ നല്ലുണ്ടെങ്കിൽ കമ്പനീനോട് സമ്മതം ചോദിക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഉള്ളോട്ട് കയറാതെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാൻ കഴിയില്ല. എന്തായാലും അവർ സമ്മതം തന്നതിന് ശേഷം കൊണ്ട് കയറിയതാട്ടോ. ഇപ്പം ഞാൻ അവിടെയൊക്കെ നാടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി വേണ്ട വെച്ചാൽ നമുക്ക് സൈഡിൽ നിന്ന് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബേപ്പൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ ഇപ്പുറത്തെ ക്രോസ് ചെയ്യണമെങ്കിൽ ഇതിലേ വന്നിട്ട് കയറി പോകണം കേട്ടോ. അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വരെയാണ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് വന്ന് മുട്ടണത്. അപ്രോച്ച് റോഡ് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. ഇവിടെ നമ്മുടെ വെയിറ്റ് നോക്കുന്ന നമ്മുടെ പൈലിങ്ങിൻ്റെ വെയിറ്റ് ടെസ്റ്റിങ്ങിനുള്ള കോൺക്രീറ്റ് ക്യൂബുകളൊക്കെ അവിടെ ഉണ്ടല്ലോ. ആ ഭാഗം ഫുള്ള് ചെക്ക് ചെയ്തതാണ്. ഇനി ഇവിടേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. വല്ലാത്ത ക്യൂബുകളാട്ടോ. ഇതെടുത്ത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അട്ടി വെക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. 3 അടി ഹൈറ്റ്, 3 അടി വീതി അല്ലേ? യെസ്, കുറേ പീസുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അട്ടി വെച്ചിട്ട് 350 ടണ്ണ് വെയിറ്റിൽ ഇവർ ചെക്കപ്പ് നടത്തും. അവസാന പൈലിങ് ഇതാ ഇവിടെ. ഈ പൈലിങ്ങിൻ്റെ ഇത് മാറ്റണ്ടല്ലോ. പൈലിങ് വേറെ മോഡലാട്ടോ. ലാസ്റ്റിലേക്ക് വരുന്ന പൈലിങ് 4 എണ്ണം ചതുരത്തിലല്ല, ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അവസാനത്തേക്ക് വരുന്ന പിയർ മോഡൽ മാറ്റം ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും. എന്തായാലും നമ്മുടെ 13 പിയറോട് കൂടി വരുന്ന 700 മീറ്ററോളം നീളത്തിലുള്ള നമ്മുടെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഊരാളുകൾ ഉഷാറായിട്ട് ഇങ്ങനെ വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള ഈ ജംഗ്ഷനിലുള്ള വർക്ക് അതുപോലെ നല്ല തിരക്കിൽ ബ്ലോക്കിലൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാനതല്ല എനിക്ക് കണ്ടിട്ട് പേടിയിട്ടോ. നമ്മുടെ മീൻചന്ത അരീക്കാട് വർക്കിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടോ. അവിടെ ഇതിനെക്കാട്ടിൻ തിരക്ക് പിടിച്ചൊരു ജംഗ്ഷനാണ്. 4 കൂടിയ ജംഗ്ഷനല്ല, 3 കൂടിയ ജംഗ്ഷനായിട്ടും അവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നുള്ള കമ്പനി, ഏത് കമ്പനിക്കായാലും എന്തായാലും ഒരാളുകളിൽ തന്നെ ആയിരിക്കും നല്ലൊരു ടാസ്ക് തന്നെ കേട്ടോ. ഇതെന്തായാലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത്രത്തോളം എത്തി. ഇനി പൈലിങ് കഴിഞ്ഞല്ലോ. പൈലിങ് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് റിസ്കുകൾ കഴിഞ്ഞതുപോലെ തന്നെയാണ്. പൈലിങ് കഴിഞ്ഞ് നമ്മുടെ പിയർ ക്യാപ്പുകൾ അങ്ങോട്ട് വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഊരാളുങ്കലിൻ്റെ വർക്കിൻ്റെ കോഴിക്കോട് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വർക്കിലൊന്നായ ചെറുവണ്ണൂർ വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളിട്ടാ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.